പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് നിക്ഷേപകരോട് SEBIയും കേന്ദ്ര സർക്കാരും കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിനും നീതി നിഷേധത്തിനുമെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു. PACL FAU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. സമീപിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറയുന്നത് ഇപ്പൊ ഇത് SEBI എല്ലാ മാസവും ഇതിന് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്ര കൊടുത്തു, ഞങ്ങൾ ഇത്ര ലക്ഷം ആളുകൾക്ക് പൈസ കൊടുത്തു, ഇത്ര ലക്ഷം ആളുകൾക്ക് പൈസ. അതുകൊണ്ട് കോടതി അതിൽ എന്നാൽ മെല്ലെപ്പോക്ക് എന്നുള്ള കാര്യത്തിൽ കോടതിയും വിശദമായി വിമർശിച്ചിട്ടുണ്ട് SEBI. അതുകൊണ്ടാണ് ഇപ്പൊ ലാൻഡ് വിൽപ്പന കുറച്ച് ത്വരിതഗതിയിൽ നടത്തുന്നത്. PACL കമ്പനീസ് ആക്ട് പ്രകാരമാണ് ആദ്യം രജിസ്ട്രേഷനിലേക്ക് ഇന്ത്യ ഒട്ടാകെയുള്ളതാണ്. രാജസ്ഥാനിൽ വെച്ചിട്ട് ചെയ്താണ്. ഇത് സുപ്രീം കോടതിയിലും മറ്റേ രാജസ്ഥാൻ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും കമ്പനിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. കാരണം കമ്പനിയിൽ കമ്പനിയിൽ നിന്ന് ഇവർ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള നിക്ഷേപത്തിനേക്കാൾ കൂടുതൽ തുക സമാഹരിച്ചു എന്നതാണ് ഒരു വിഷയം പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ നിക്ഷേപകർക്ക് തുക തിരിച്ചു കൊടുത്തിട്ട് കമ്പനിയിൽ നിന്ന് ബാക്കി പൈസ ഇവർക്ക് ഏറ്റെടുത്തപ്പല്ലേ നിക്ഷേപകരെന്ത് മേടിച്ചു? ഏതാണ് SEBI ഇവരെ ഏറ്റെടുത്തതിന് വേറെ പൊളിഞ്ഞിട്ടില്ല. ഇത് ഗവൺമെന്റിന്റെ ചില നിയമ നടപടികൾ ഈ PACL കമ്പനി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പൊളിഞ്ഞ ഏതെങ്കിലും കമ്പനിന്റെ പൈസ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. R. രാധാകൃഷ്ണൻ, VK നായർ, PT സുഗുണൻ, V. രമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.